മുകുന്ദൻ മർദ്ദിച്ചുവെന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ്. പരാതിക്കാരനായ വിപിൻകുമാർ പറയുന്നത് പോലെ മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്നു. കാക്കനാട് ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഏകദേശം ഒരു മാസം മുൻപാണ് വിപിൻകുമാർ ഉണ്ണിമുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്ത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഈ കാർപോർച്ചിൽ വെച്ചാണ് ഇവർ തമ്മിൽ സംസാരിക്കുകയും പിന്നീട് ഒരു ഉന്തുന്നലിലേക്ക് പോകുന്നത്. അതിന്റെ CCTV അടക്കം പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴിയുമൊക്കെയാണ് കുറ്റപത്രം രൂപീകരിക്കുന്നതിന് വേണ്ടി പോലീസിന് സഹായമായത്. ഒപ്പം ഉണ്ണിമുകുന്ദനെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വിപിൻകുമാർ പറയുന്നത് പോലെ ഒരു ക്രൂരമർദ്ദനമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇരുവരും തമ്മിൽ പിടിവലി ഉണ്ടായിട്ടുണ്ട്, അതിനിടയിലാണ് കണ്ണട പൊട്ടിയത് എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കുറ്റപത്രം കാക്കനാട് കോടതിയിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ കോടതി ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും അത് കോടതി തീർപ്പാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കൊന്നും ഇനി പോകില്ല. ഇനി കോടതിയിലായിരിക്കും കേസിന്റെ ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാകുക.